ഹലോ, എല്ലാവർക്കും ഡിമോൾ വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്നെപ്പോലെ തടി ഒരു പ്രശ്നമായിട്ട് തടി കുറയ്ക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടണേ. കാരണം തടി കുറയ്ക്കാപ്പോൾ ഒരുപാട് വഴികളുണ്ട് അല്ലേ. ഒരുപാട് സപ്ലിമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം, ടാബ്ലറ്റ് യൂസ് ചെയ്യാം. തടിച്ച് കുറ്റിയായിട്ട് പൊക്കാച്ചി പോലെ ഇരുന്നിട്ട് എല്ലാവരും പോക്കാച്ചി പിന്നെന്താ പല പല പേരുകളുണ്ടല്ലോ. അതുപോലെ വയറ് വീർത്ത് ചത്ത തവളയെ പോലെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയണ കേട്ട് നമുക്ക് മരവിച്ച് പ്രാന്ത് വന്നിട്ട് അപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെയെങ്കിലൊക്കെ ഈ തടി ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ഒരുപാട് യൂട്യൂബിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്ത് അപ്പോഴാണ് ഈ ഹെർബൽ ലൈഫിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്തു അതിനെ കുറിച്ചിട്ട് ഓരോരുത്തരും റിവ്യൂസ് ഇടുന്നു. പക്ഷെ എല്ലാം പോസിറ്റീവ് റിവ്യൂസാണ്. നെഗറ്റീവ് റിവ്യൂസ് ആകെ ഒരെണ്ണം കണ്ട് നല്ല ജെന്യൂനായിട്ട് പറയുന്നത് വീഡിയോ കണ്ടു. അത് അപ്പം അത് നോക്കുമ്പോൾ അവരവരുടെ അനുഭവം പറയുന്നുണ്ട്. ഇതൊരു സ്കാമല്ല, എന്താ പറയുക, ഫ്രോഡ് പരിപാടിയല്ല. അങ്ങനെ ഞാനും തീരുമാനിച്ചു, എന്നാൽ ശരി നമുക്ക് ഒരു മിനിറ്റ് എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ. അപ്പം ഹെർബൽ ലൈഫിനെ കുറിച്ച് സെർച്ച് ചെയ്തു. അപ്പോൾ ഒരുവിധമൊക്കെ എല്ലാവരും 95-98% പോസിറ്റീവ് റിവ്യൂ ആണ് ഇട്ടിരിക്കുന്നത്. മുഴുവൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും 98% ഇതിൻ്റെ ഏജൻറ്റുമാരാണ്. അവർ ന്യൂട്രീഷൻ സെൻറ്റർ നടത്തുന്ന ആൾക്കാരാണ് ഈ പോസിറ്റീവ് റിവ്യൂസ് ഇടുന്നത്. പക്ഷെ ആ സമയത്തൊന്നും നമുക്കറിയില്ലല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തടി എളുപ്പത്തിൽ കുറഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ വർക്കൗട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ ലോ ക്ലാസ്സാണ്, നമ്മളെ കൊണ്ടൊന്നും താങ്ങില്ലേ. പക്ഷെ എന്നാലും നമ്മളില്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട് അവസാനം ഞാൻ വിചാരിച്ചു ശരി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം വിചാരിച്ചു. അപ്പോൾ ഇനി ഇതിൻ്റെ പരിപാടി എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഇവിടെ അടുത്തുള്ളൊരു ന്യൂട്രീഷൻ സെൻറ്ററിൽ പോയി. ഒരു ന്യൂട്രീഷൻ സെൻറ്ററിൽ പോയി, പേരൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി അവിടെ ചെന്ന ഉടനെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നല്ല എക്സ്പെൻസീവാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു, അതൊരു എഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഈ ഡ്രിങ്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി എക്സ്പെൻസ് എത്രയാവും എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, ഇരിക്കും, ഇത് കുടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കറിയാം നമ്മളെങ്ങനെ കയ്യിലെടുക്കണം എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ നമ്മളവിടെ ഒരു കറക്റ്റ് നമ്മളേതായ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ഉറച്ച് ഇപ്പോൾ നമ്മൾ എന്തൊരു കാര്യം തീരുമാനിച്ചാൽ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ എനിക്ക് അബദ്ധം പറ്റി. നമുക്ക് തടി കുറയണല്ലോ. അപ്പോൾ ശരി ഞാൻ കുടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് കുടിച്ചു. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഷേക്ക് മേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഷേക്ക് ഉണ്ട്, ഫോർമുല 1 എന്ന് പറഞ്ഞിട്ട് അത് തന്നു. അതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല 1 എന്ന് പറയുന്ന അത് പല ഫ്ലേവേഴ്സിലുണ്ട്. സ്ട്രോബെറി ഉണ്ട്, മാംഗോ ഉണ്ട്, കുൽഫി ഉണ്ട്, പിന്നെ റോസ് ഗീർ ഉണ്ട്, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. അതിൽ ഇതൊരു ഫ്ലേവർ, അതൊരു 3 സ്പൂണ് ഫോർമുല 1 അതിൽ തന്നെ ഉണ്ടാവും, അതിൽ സ്കൂപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഫോർമുല 1 3 സ്കൂപ്പ് എടുക്കുക. അതിനുശേഷം ഷേക്ക് മേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന പാലിനൊക്കെ പകരം ഉപയോഗിക്കുന്നൊരു സാധനം. എന്നിട്ട് ഒരു പൗഡറാണ് കേട്ടോ, പൗഡറിൻ്റെ ഫോമിലാണ്. എന്നിട്ട് അതൊരു വലിയൊരു സ്കൂപ്പാണ്. ഒരു സ്കൂപ്പ് ഇടുക. അതിനുശേഷം ഫൈബർ എന്ന് പറഞ്ഞിട്ട് വേറെ സംഭവം ഉണ്ടാവും. നല്ല വില കേട്ടോ അതിനൊക്കെ. നമ്മളൊക്കെ ആപ്പിയിടും, അത്രയും നമ്മളെ കൊണ്ട് സഹായിക്കില്ല. അപ്പോൾ അതും ഒരു സ്കൂപ്പ് ഇടുക. പിന്നെ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഓരോരുത്തർ ഈ സോയാ പ്രോട്ടീൻ ഒക്കെ മിക്സ് ചെയ്തിട്ട് എന്തൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാം ലോ കാലറി ആണ് കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ ഈ ഫോർമുല 1, ഷേക്ക് മേറ്റ്, അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ, ഇതെല്ലാം ലോ ഫാറ്റ് സംഭവങ്ങളാണ്, ലോ കാലറി സംഭവങ്ങളാണ്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിശക്കും. പക്ഷെ ആ വിശക്കുമ്പോൾ ഞാൻ പിന്നെ പറയാം, ഇങ്ങനെയാണ് ഈ സംഭവം, ഇങ്ങനെ കലക്കിയിട്ട് കുടിക്കുന്ന ഒരു സംഭവമാണ്.
അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് അത് തന്നു. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ, ബദാം, കുൽഫി, മാംഗോ, റോസ് ഗീർ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. സ്ട്രോബെറി ഒക്കെ ഉണ്ട് പറഞ്ഞില്ലേ. അങ്ങനെ അവരത് കുടിക്കാൻ തന്നു, ഞാൻ കുടിച്ചു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഊരി പോരാൻ പറ്റില്ലല്ലോ, പെട്ടുപോയി. അപ്പോൾ അവർ തന്നൊരു സാധനം നമ്മൾ കഴിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മളവർ മുഖത്തടിച്ചേണ്ടി, നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തകളാണല്ലോ നമ്മൾ മലയാളികളാവുകൊണ്ട്. അയ്യോ പാവം, അയ്യോ അവരെന്ത് വിചാരിക്കും, അവരെന്ത് നമ്മളങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അവർക്ക് എന്ത് തോന്നുന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ അപ്പം ഞാൻ അതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന കോച്ച്, ട്രെയിൻ കോച്ച്, ആ കോച്ച് പറഞ്ഞു ഇത് എക്സ്പെൻസീവ് ആണോ ചോദിച്ചപ്പോൾ നല്ല എക്സ്പെൻസീവ് ആണിത്. അവർ വെട്ടി തുറന്ന് അവർ ആദ്യമൊന്നും പറയില്ല. പിന്നെ അവർ പറയും ഇതിന് നമുക്ക് 25%, 50%, അങ്ങനെ ഓരോ ഇതുണ്ട്, ഡിസ്കൗണ്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ എത്രയോ രൂപയ്ക്ക് 15,000 രൂപയ്ക്കോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് എടുത്താൽ അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ 15% ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എക്സ്പെൻസ് എങ്ങനെ ആവും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവർ ചലഞ്ച് ഉണ്ടെന്ന് പറയും. അപ്പോൾ 6 ദിവസം കൊണ്ട് 1.5 കിലോ കുറച്ചാൽ ഇന്ന സംഭവങ്ങൾ, അപ്പോൾ 6,000 രൂപയുടെ ഈ ഷേക്ക് മേറ്റും ഇതൊക്കെ തന്നെ അവർ ഗിഫ്റ്റായിട്ട് തരുന്നത് കേട്ടോ. ഷേക്ക് മേറ്റ്, പിന്നെന്താണ് ഫോർമുല 1, ഇതൊക്കെ തന്നെയാണ് അവർ, ഫ്രഷ്, ഇതൊക്കെ തന്നെ അവർ ഗിഫ്റ്റായിട്ട് തരാം. അപ്പോൾ അങ്ങനെയൊക്കെ തരും ചെയ്യും. പക്ഷേ ഈ 1.5 കിലോ 6 ദിവസം കൊണ്ട് 1.5 കിലോ നമ്മൾ കുറച്ച് അവർ തരുമെന്ന് പറയുന്നു. പക്ഷെ ആ തരണമെങ്കിൽ, ആ ഗിഫ്റ്റ് നമുക്ക്, ആ ചലഞ്ചിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ, പങ്കെടുക്കണമെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അവർ പറയുന്ന പൈസ തന്നെ ഒരു 500 രൂപ ചിലപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ 5,000 രൂപയ്ക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കണം. എന്നാൽ നമുക്ക് ഈ 1.5 കിലോ നമ്മൾ ഈ 6 ദിവസം കൊണ്ട് കുറയ്ക്കും വേണം. പിന്നെ അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഈ 5,000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും ചെയ്യും. നല്ല കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ലാഭമാണല്ലോ അതൊക്കെ. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ മാർക്കറ്റിങ്ങും ബിസിനസ്സും, ഇതാണ് ഇതിൻ്റെ ഈ തട്ടിപ്പ് എന്ന് പറയുന്ന രീതി ഇങ്ങനെ പോകുന്നത്. ഞാൻ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്നെ പോലെ പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പോയിട്ട് ഇതിൽ പെടരുത്. ഇതിൽ തലയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ നല്ല പാടാണ്. അവർ നമുക്ക് നമ്മളെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കഴിയുമ്പോൾ വാങ്ങുന്നവരെയും അവർ നമ്മളെ മെസ്സേജ് അയച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും, എന്താ കഴിച്ചേ, വെള്ളം കുടിച്ച്. പിന്നെ 20 കിലോ ഉള്ള ഒരാൾക്ക് എത്ര ലിറ്റർ, 2 ലിറ്റർ വെള്ളം. 20 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 2 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ ഒരു ദിവസം ഞാൻ 84 കിലോ ഉണ്ട്, 86 കിലോ ഉണ്ട്. ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് 86.900 എന്തോ ഉണ്ടായിരുന്നു, 86.90 അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ വെയിറ്റ്. പക്ഷേ അവർ 4 ദിവസത്തെ ഒരു ട്രയലുണ്ട്. സാധാരണ ഓരോ ന്യൂട്രീഷൻ സെൻ്ററിലും വ്യത്യാസമാണ് കേട്ടോ. ഒരു സ്ഥലത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു 4 ദിവസം 200 രൂപ, ഒരു ദിവസം 200 രൂപ വെച്ചിട്ട് 4 ദിവസം. അപ്പോൾ നിങ്ങളിത് കുടിച്ചു, നമ്മൾ എന്തോ നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യുക. അപ്പോൾ ഇല്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും അതെന്താ നിങ്ങൾ വരാമെന്ന് പറഞ്ഞാലേ, പിന്നെന്താ നിങ്ങൾ വരാത്ത, അങ്ങനെയൊക്കെ അവർ ടോണൊക്കെ അവർ മാറ്റും. അത് അവസാനം ആകുമ്പോൾ നമ്മളിതിൽ ചേരില്ല എന്ന് കണ്ട. പിന്നെ 2ാമത്തെ പ്രാവശ്യം ഞാൻ പെട്ടു. വേറെ ഒരു സെൻറ്ററിൽ വിളിച്ച് വെച്ചിട്ട് അങ്ങനെ പെട്ടാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് എയർ ഫ്രഷ് തന്നു. അതിനുശേഷം ഈ ഫോർമുല 1 എന്ന് പറഞ്ഞാൽ ആ ഷേക്ക് തന്നു. അതിനുശേഷം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ 10 ദിവസം ട്രയൽ, 10 ദിവസം ഇവിടുന്ന് ഫുഡ് വരും. അപ്പോൾ രാവിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഷേക്ക് തരും. രാവിലെ മാത്രം ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇത് ഉപയോഗിക്കണം എന്ന് പറയും, കുടിക്കണം എന്ന് പറയും. 10 ദിവസം നമ്മൾ അവിടെ ചെല്ലണം. അപ്പോൾ ഈ 4 ദിവസം കഴിയുമ്പോഴാണ് അവർ വെയിറ്റ് നോക്കുക. അപ്പം ഞാൻ പിന്നെ ഇതിന് ചേരുന്ന ആൾക്കാർ ഈ ഭക്ഷണം കഴിച്ച് പോകണ്ട കേട്ടോ. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഒരു ബിസിനസ് മൈൻഡാണ്. പക്ഷേ വേറെ കോച്ചിങ് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ആദ്യം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിക്കാതെ വരണം, എങ്കിലാണ് നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. ഇതങ്ങനെയൊന്നുമല്ല ചെയ്തത്. ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 86-90 ഉണ്ടായിരുന്നു. എന്നിട്ട് 4 ദിവസം കൊണ്ട് 4ാമത്തെ ദിവസമാണ് അവർ വെയിറ്റ് നോക്കുക. അപ്പോൾ ഒരു ദിവസം 250 രൂപയാണ്. അങ്ങനെ 10 ദിവസത്തിന് 2,500 രൂപ. അങ്ങനെ ഒരു ദിവസത്തിന് 250 രൂപ. അങ്ങനെ ഞാൻ 4 ദിവസം പോയി. 4ാമത്തെ ദിവസം വെയിറ്റ് നോക്കിയപ്പോൾ
1,700 ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 1,700 കുറഞ്ഞു, 1 കിലോ 700 ഗ്രാം കുറഞ്ഞു. അതിന് ശേഷമാണ് അപ്പോൾ ഈ 4 ദിവസം അവർ രാവിലെ അവർ പറയും കൊഴുപ്പുള്ളതൊന്നും കഴിക്കാൻ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല, ചായ കുടിക്കാൻ പാടില്ല, പിന്നെ ഈ എഫ്രഷ് എന്ന് പറഞ്ഞ ഈ സംഭവമാണ് നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. അതിന് കാപ്പി ചായ ഒന്നും കുടിക്കാൻ പാടില്ല, മധുരം കൂട്ടാൻ പാടില്ല, ഓയിൽ കൂട്ടാൻ പാടില്ല, ക്യാരറ്റ് അങ്ങനെ പിന്നെ പപ്പായല മറ്റേ ഇതില്ലേ പൂളക്കിഴങ്ങ്, മരച്ചീനി, അങ്ങനെ മണ്ണിൻ്റെ അടിയിലുള്ള സാധനങ്ങൾ, ചേന, ചേമ്പ് അതൊന്നും കഴിക്കാൻ പാടില്ല. ചോറ് വേണം, ഒരു ഇത്തിരി ചോറ് ഉച്ചയ്ക്ക് കഴിക്കാം. പിന്നെ വെള്ളം കുടിച്ചു ഒരു ദിവസം 8 ലിറ്ററോളം വെള്ളം നമ്മൾ കുടിക്കണം. 6 ലിറ്റർ എങ്ങനെ പോയാലും ഒരു 6 ലിറ്റർ നമ്മൾ കുടിച്ചിരിക്കണം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ചിലവർ ഇങ്ങനെ കിഡ്നിക്ക് പ്രോബ്ലം വരും എന്നൊക്കെ ഞാൻ പറയുന്ന ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ഈ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ഒക്കെ വലിച്ചെടുക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. ഞാൻ പക്ഷേ വെള്ളം കുടിച്ചാലുള്ള പ്രത്യേകത എന്താ, അത് നല്ലൊരു ശീലം വരും നമുക്ക്. നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7ാമത്തെ ദിവസം കണ്ടൊക്കെ ഞാൻ പോയത്, പിന്നെ അങ്ങനെ പോയില്ല. 7ാമത്തെ ദിവസത്തെ പോയില്ല എന്നല്ല, പോയി അപ്പോൾ ഒന്ന് വെയിറ്റ് നോക്കില്ലല്ലോ. പിന്നെ ആ ചേച്ചി അവർക്ക് എങ്ങോട്ട് പോകാണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫുഡ് 1 ദിവസത്തെ 2 ദിവസത്തെ ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 7ാമത്തെ ദിവസം പോയപ്പോൾ വീണ്ടും അടുത്ത ഇതാകുമ്പോൾ പോവല്ലോ. 7ാമത്തെ ദിവസം പോയപ്പോൾ വ്യത്യാസം തോന്നുന്നു. അപ്പോൾ അവർ വീണ്ടും വെയിറ്റ് നോക്കുമ്പോൾ 83 സംതിങ് ആയിട്ടുണ്ട്. പക്ഷേ ആ വെയിറ്റ് നോക്കാം, ആദ്യത്തെ പ്രാവശ്യം അവർ നമ്മൾ ആ വെയിറ്റ് മെഷീനിൽ അതിൽ അവരുടെ ആ വെയിറ്റ് മെഷീനിൽ തന്നെ എല്ലാം കാണാൻ പറ്റും. നമ്മളുടെ BMI കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും, BMR കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. ഫാറ്റും പിന്നെ നമ്മളെ ബോഡി ഏജ് ഒക്കെ അറിയാൻ പറ്റും. അങ്ങനത്തെ ആദ്യത്തെ പ്രാവശ്യം അവർ കറക്റ്റായി കാണിച്ചിരുന്നു. കണ്ടോ 86,900 കിലോ ഉണ്ട്. എൻ്റെ ബോഡി ഏജ് എന്ന് പറയുന്നത് 54 ബോഡി ഏജ്. മുഖമൊക്കെ കണ്ടോ ഒരുമാതിരിയായി. ഇപ്പം തന്നെ കിളവീനെ പോലെ നമ്മളെ കൂടെ തകർക്കും. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം വെച്ച് നോക്കുമ്പോഴാണ് ഈ 1,700 കുറഞ്ഞു. ആ 1,700 കുറഞ്ഞപ്പോൾ അത് നമുക്കറിയില്ല കുറഞ്ഞു എന്ന് അവർ പറയണതാണ് കേട്ടോ. ഈ 1,700 എന്നുള്ളത് അവർ പറഞ്ഞാണ്. എന്താ അറിയോ, ഈ വെയിങ് മെഷീനിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ അവർ നോക്കും. അവരെന്ത് ചെയ്തു അറിയോ, ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കൊണ്ടോ എന്നിട്ട് വെയിങ് മെഷീനൊക്കെ കാണിച്ചു തന്നു, ഇതാണ് നിങ്ങളെ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ 4ാമത്തെ ദിവസം ചെന്നപ്പോൾ അപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ, കാരണം കുറയണമല്ലോ എന്നാലേ നമ്മൾ ആ പ്രോഡക്റ്റ്സ് എടുക്കുള്ളൂ. അപ്പോൾ അവിടെ കയറി നിന്നതും അറിഞ്ഞില്ല, അയാൾ പറഞ്ഞതും അറിഞ്ഞില്ല, വെയിറ്റ് പറഞ്ഞതും അറിഞ്ഞില്ല. അവർ കയറി നിന്നു, വേഗം വെയിങ് മെഷീൻ എടുത്തു വെച്ചു, എവിടേക്ക് അമർത്തി എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു 83 700 കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അപ്പം ഒന്നും മനസ്സിലായില്ല. നമുക്ക് ശരിയാണ്, നമുക്ക് നല്ല വിശ്വാസമാണല്ലോ ഇതിൽ പോണ്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വിശ്വാസമാണല്ലോ. അപ്പോൾ സന്തോഷമായി, കുറേ ഉണ്ടല്ലോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല വ്യത്യാസമുണ്ട്, ശരീരത്തിനൊക്കെ നല്ല വ്യത്യാസം വന്നല്ലോ, മുഖത്തിനൊക്കെ വ്യത്യാസം, മുഖമൊക്കെ ചെറുതായല്ലോ ഒക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, അവർക്ക് അയ്യോ ഇനി ഞാൻ അവിടെ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യാട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്ക് നോക്കിയിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമുക്ക് അറിയില്ല, നമുക്ക് ഇവർ പറഞ്ഞൊക്കെ നമ്മൾ വിശ്വസിക്കുമല്ലോ. അങ്ങനെ ഡിസ്കൗണ്ടിലാണെന്നും പറഞ്ഞിട്ട് അവർ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യിച്ചു. നല്ല പൈസ കൂട്ടാം, നമ്മളെ ജട്ടി കീറും, അത്ര പൈസയാണ്, നമ്മളെ കൊണ്ടൊന്നും താങ്ങുകയില്ല. അപ്പോൾ ഇതിലൊന്നും ഞാൻ പെട്ടോണ്ടാണ് എനിക്ക് തോന്നി എല്ലാവരുടെ അടുത്തൊന്നും. ഇപ്പോൾ ഏതായാലും നമ്മളെ യൂട്യൂബ് ചാനലിൽ കുറേ പേരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല അറിവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. ഇതിലൊന്നും പോയിട്ട് പെടണ്ട കേട്ടോ. അങ്ങനെ കുറേ സ്കാം ഫ്രോഡ് പരിപാടിയാണോ എന്തോ ആണ്. പക്ഷേ ഈ ഹെർബലൈഫ് എന്ന് പറയുന്നത് നല്ലതാണ്. പിന്നെ അവർ പറയും കുറേ സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്നത് ഈ രാവിലെ. അപ്പോൾ അത് അവർക്കൊക്കെ പറ്റും, കാരണം എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, രാവിലെയൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് ഇതെന്താ ഈ ഷേക്കർ ബോട്ടിലുണ്ടാവും, അതിൽ വെച്ച് കുലുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേക്ക് റെഡിയാവും, അത് കുടിച്ച് പോയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് വിശക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊന്നല്ല, ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കുന്ന ആൾക്കാരാണ്, അല്ലാതെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനൊന്നും ആയിരിക്കില്ല കേട്ടോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ ഇവരെന്ത് ചെയ്യും, സെലിബ്രിറ്റീസൊക്കെ എവിടെയെങ്കിലുമൊക്കെ അടുക്കളയിലല്ല പണിയെടുക്കുകയാണെങ്കിൽ ആ സൈഡിൽ ഒരു ഹെർബലൈഫിൻ്റെ ഫോർമുല വണ്ണം ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പറയും കണ്ടോ ചിമ്പു അത് യൂസ് ചെയ്യുന്നുണ്ട്, ചിമ്പു അത് ഉപയോഗിക്കുന്നുണ്ട്,
പിന്നെ മറ്റേ ആ നടൻ അത് ഉപയോഗിക്കുന്നുണ്ട്, ഈ നടി അത് ഉപയോഗിക്കേണ്ടത്, ആ ഇരിക്കണുണ്ട് സൂം ചെയ്ത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ, അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലേ ഇവർ ഇത്രയും ഫിറ്റായിട്ടിരിക്കേണ്ടാവുമെന്ന് വിചാരിച്ചാൽ നമ്മളും പോയി ചാടും. പക്ഷെ നമ്മളെ കൊണ്ട് താങ്ങില്ല, അവരെ കൊണ്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നുള്ളത് പക്ഷെ ഇതിൽ ഇനിയിപ്പോൾ ജോയിൻ ചെയ്യാൻ കുറേ പൈസക്കാരായ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനത്തെവർക്കൊക്കെ പറ്റും കേട്ടോ, നല്ലതാണ്. കാരണം നല്ലൊരു ഹാബിറ്റ് ഉണ്ട്, നല്ല ശീലം ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ മുന്നേ കുറേ മുന്നൊരുക്കങ്ങൾ വേണം. കാരണം നമ്മൾ അതിന് മുന്നേ തന്നെ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ കുടിച്ചു തുടങ്ങണം. പിന്നെ എന്താണ്, ഷുഗറൊക്കെ പഞ്ചസാരയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പിന്നെ ബേക്കറി സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ മുറുക്ക് പപ്പടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വറുത്തും പൊരിച്ചും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ നന്നായിട്ട് കുറച്ച് കൊടുന്നിട്ടാണെങ്കിൽ പറ്റും. പിന്നെ ഈ ഹെർബൽ ലൈഫിൽ ജോയിൻ ചെയ്താൽ എക്സസൈസ് വേണ്ടാന്ന് പറയും. നല്ല രീതിയിൽ നമ്മൾ വർക്കൗട്ടും ചെയ്യണം കേട്ടോ. നമ്മൾ സ്കിപ്പ് ചെയ്താലൊക്കെ നല്ലതാണ്. പിന്നെ ട്വിസ്റ്റർ ഉണ്ടല്ലോ, ടമ്മി ട്വിസ്റ്റർ, അത് വെച്ച് ട്വിസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹെർബൽ ലൈഫിൻ്റെ എൻ്റെ അനുഭവങ്ങൾ. പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല, നമ്മളെക്കൊണ്ട് താങ്ങില്ല. പക്ഷേ ഈ ഒരു 4 ദിവസം അവർ വിളിച്ചു, എപ്പോഴും വിളിക്കും, മെസ്സേജ് അയക്കും, കഴിച്ചോ. പിന്നെ ഇവരുടെ കുറേ പ്രമോഷൻ വീഡിയോസ് ഉണ്ട്, ലൈവ് ഇടും ഇവർ ഈ സൂമിൽ. നമ്മൾ ഈ സൂം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഞാൻ ഇത്ര കുറഞ്ഞു ഇതിങ്ങനെ പറയണം നമ്മൾ. അപ്പം ഇങ്ങനെ ഇവർ ഇതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഞാൻ ഡയറ്റ് കുറേശ്ശെ ഡയറ്റൊക്കെ തുടങ്ങി. പക്ഷെ എനിക്ക് ചായ ഒഴിവാക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു പ്രശ്നം, എനിക്ക് ഒഴിവാക്കാൻ തീരെ പറ്റില്ല. എന്നാലും ഞാൻ ചായയും കൊക്കെ കുറേശ്ശെ ഒരു നേരമാക്കി കുടിക്കും. അങ്ങനെയൊക്കെ അപ്പം ഞാനിപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യണത്. ഇപ്പം ഞാൻ 83 കിലോ ആയി. അപ്പോൾ